നമസ്കാരം. കഴിഞ്ഞ ഫെബ്രുവരി 28 മുതൽ അമേരിക്കയും ഇറാനും തമ്മിൽ നടന്നു വന്ന പോരാട്ടങ്ങൾക്ക് വിരാമമാവുകയാണ്. വരുന്ന വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ വെച്ചാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന കരാറിൽ ഒപ്പുവയ്ക്കുന്നത്. ഏതായാലും ലോകമേറെ ആശ്വാസത്തോടുകൂടി തന്നെയാണ് ഇത് നോക്കിക്കാണുന്നത്. ഇത്രയും നാൾ ഈ യുദ്ധം ലോകത്തിന് സമ്മാനിച്ചത് സാമ്പത്തിക ദുരിതങ്ങളും ഒരുപാട് പേരുടെ ജീവനുകളുമാണ്. പക്ഷേ ഇപ്പോഴും അവിടെ മറ്റൊരു പ്രധാന പ്രതിസന്ധി അവശേഷിക്കുകയാണ്. അതായത് ഇസ്രായേൽ ഇക്കാര്യത്തിൽ ഇനിയും കൃത്യമായ പ്രതികരണം നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, ലെബനനിൽ കടന്നു കയറി ഹിസ്ബുള്ള താവളങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന തങ്ങളുടെ ഈ നിലവിലെ നടപടി തുടരുക തന്നെ ചെയ്യും എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു കാരണവശാലും ഹിസ്ബുള്ളയെ തങ്ങൾ വെറുതെ വിടില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറഞ്ഞത് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഉടമ്പടിയിൽ ലെബനൻ്റെ കാര്യവും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. ഇക്കാര്യത്തിലും ഇസ്രായേൽ ഇന്നും പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഹിസ്ബുള്ള തീവ്രവാദികൾ ആക്രമണം നിർത്തുന്നതായിരിക്കും അവർക്ക് നല്ലത്, അതല്ല അവർക്ക് ആക്രമണം തുടരാനാണ് പരിപാടിയെങ്കിൽ തങ്ങൾ ശക്തിയായി തിരിച്ചടിക്കുമെന്ന് തന്നെയാണ്. മാത്രമല്ല, ഇതിനോടകം തന്നെ ലെബനനിലെ പ്രധാനപ്പെട്ട ഹിസ്ബുള്ള താവളങ്ങളിലാകെ തന്നെ ഇസ്രായേൽ സൈന്യം നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴവർ അത് അവസാനിപ്പിച്ചിട്ടുമില്ല. ഇത് ഈ സമാധാന ശ്രമങ്ങൾക്ക് ഒരു കല്ലുകടിയാകുമോ എന്നുള്ളൊരു സംശയം അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാജ്യത്തെ നിരന്തരമായി വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഹിസ്ബുള്ളയ്ക്കും ഹമാസിനും ഹൂത്തി യൂതർക്കുമെല്ലാം സഹായം നൽകുന്ന ഇറാനോടുള്ള പക തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ഹിസ്ബുള്ളയെ സംബന്ധിച്ചിടത്തോളം അവർ ഹമാസിനേക്കാൾ ശക്തമായ വേരുകളുള്ള തീവ്രവാദ സംഘടനയാണ്. പക്ഷേ ലെബനൻ എന്ന മനോഹരമായ രാജ്യത്തെ സമാധാനം മുഴുവൻ ഇല്ലാതാക്കി അവിടുത്തെ വീടുകൾ പോലും ആയുധങ്ങൾ കൊണ്ട് നിറച്ച് അവിടെ തങ്ങളുടെ പ്രവർത്തന മേഖലയാക്കി മാറ്റി നിരന്തരം ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുമായിരുന്ന ഹിസ്ബുള്ളയോട് ഇസ്രായേലിന് സ്വാഭാവികമായും തീരാത്ത പകയുണ്ട്. പക്ഷേ ഈ സമാധാന നിർദ്ദേശങ്ങളിലൊക്കെ തന്നെ ലെബനനെയും കൂടെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തി എന്നുള്ളത് ഇനിയും വ്യക്തമായൊരു കാര്യമല്ല. പക്ഷേ ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയും യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഏകമാർഗ്ഗം. അതല്ലെങ്കിൽ തൻ്റെ കാര്യവും ഘട്ടത്തിലാകും എന്ന് അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാം. മാത്രമല്ല, നേരത്തെ 2 വട്ടം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെക്കുറിച്ച് വളരെ സഭ്യമല്ലാത്ത ഭാഷയിൽ അങ്ങേയറ്റം തെറിയിൽ ആണ് അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നത്. ഒന്ന്, നെതന്യാഹുവിനെ നേരിട്ട് ഫോണിൽ വിളിച്ച് ഡൊണാൾഡ് ട്രംപ് പച്ചയ്ക്ക് തെറി വിളിക്കുകയായിരുന്നു എന്നുള്ള വാർത്ത അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പൊതു ചടങ്ങ് സംസാരിക്കുമ്പോഴും ഒക്കെ തന്നെ നെതന്യാഹുവിനെക്കുറിച്ച് വളരെ സഭ്യമല്ലാത്ത ഭാഷയിലാണ് സംസാരിച്ചത്. ഈ സമാധാന ശ്രമങ്ങൾ മുഴുവൻ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നത് നെതന്യാഹു ആണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലായിരുന്നു ഡൊണാൾഡ് ട്രംപ് ഈ പ്രഖ്യാപനമൊക്കെ നടത്തിയിരിക്കുന്നത്. ഏതായാലും ഇറാൻ അമേരിക്ക യുദ്ധം ഈ 2-3 ദിവസത്തിനുള്ളിൽ അവസാനിക്കുമ്പോഴും ലെബനനിലെ കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് വളരെ പ്രധാനമായി തന്നെയാണ് അമേരിക്കയും ഇസ്രായേലും എല്ലാം തന്നെ നോക്കിക്കാണുന്നത്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിൻ്റെ നിലപാടിനെക്കുറിച്ച് ഇനിയും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി തനിക്ക് നേരെ വ്യക്തിപരമായി കൂടി നടത്തുന്ന അധിക്ഷേപങ്ങൾക്കെതിരെയും ഇനിയും നെതന്യാഹു പരസ്യമായി പ്രതികരിച്ചിട്ടുമില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഇസ്രായേലിന് വളരെ വ്യക്തമായ നിലപാട് തന്നെ ഉണ്ട് എന്നാണ് ആ രാജ്യത്തെ ഏറ്റവും ഉന്നതരായ വ്യക്തികൾ പല അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ഡൊണാൾഡ് ട്രംപും ഇറാനും കൂടി ഒപ്പുവയ്ക്കുന്ന ഈ ഒരു സമാധാന കരാറിൽ ലെബനനെ ഉൾപ്പെടുത്തിയ രീതിയോട് അവർക്കൊരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. കാരണം ലെബനനിൽ നിന്നാണ് ഏറ്റവും അധികം ആക്രമണം കഴിഞ്ഞ കുറേ നാളുകളായി ഇസ്രായേൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ 2023 ഒക്ടോബർ 7 ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിനെ ആക്രമിച്ച് അവിടെയുള്ള നിരവധി പേരെ കൊല്ലുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തതിൻ്റെ തൊട്ട് പിന്നാലെ അടുത്ത ദിവസം തന്നെയാണ് ഹിസ്ബുള്ള ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരമായ ആക്രമണം ഇസ്രായേലിലേക്ക് ആരംഭിച്ചത്. ഇതിന് തിരിച്ചടിയായിട്ടാണ് ഹസൻ നസ്രള്ള ഉൾപ്പെടെയുള്ള ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇസ്രായേൽ വധിച്ചതും അവിടെ പേജറുകൾ പൊട്ടിച്ചും അതുപോലെ വോക്കി ടോക്കുകൾ പൊട്ടിച്ചുമൊക്കെ തന്നെ നിരവധി ഹിസ്ബുള്ള നേതാക്കളെ വകവരുത്താനും അല്ലെങ്കിൽ അവർക്ക് അംഗവൈകല്യം ഉണ്ടാക്കാനുമൊക്കെ ഇസ്രായേൽ ശ്രമിച്ചത്. ഏതായാലും നിലവിലെ അവസ്ഥയിൽ ലെബനനും ഇസ്രായേലുമായുള്ള ബന്ധം ഇങ്ങനെ പോവുകയാണെങ്കിൽ കൂടുതൽ വഷളാകാൻ തന്നെയാണ് സാധ്യത. കാരണം ലെബനനിലേക്ക് കര യുദ്ധം വരെ ഇപ്പോൾ ഇസ്രായേൽ നയിക്കുകയാണ്. അങ്ങനെ ഹിസ്ബുള്ളയുടെ പല ഭൂഗർഭ താവളങ്ങൾ അവർ കണ്ടെത്തുകയും അവ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. വ്യോമാക്രമണവും ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇനി അമേരിക്കയുടെ ഇസ്രായേലിനോടുള്ള അല്ലെങ്കിൽ നെതന്യാഹുവിനോടുള്ള നിലപാട് എങ്ങനെയായിരിക്കും എന്നുള്ളതും ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. നിരന്തരമായി നെതന്യാഹുവിനെ സഭ്യമല്ലാത്ത ഭാഷയിൽ ചീത്ത വിളിക്കുക കൂടി ചെയ്യുന്ന ട്രംപിൻ്റെ നിലപാടിനോട് ഒരുപക്ഷെ നെതന്യാഹുവും തിരികെ അതേ ഭാഷയിൽ പൊട്ടിത്തെറിക്കുമോ എന്നുള്ളൊരു സംശയവും അവിടെ അവശേഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ എത്രയോ നാളുകളായി തുടരുന്ന 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദ ബന്ധം, പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിലെ ഒരു സഹകരണമൊക്കെ ഇല്ലാതായി പോകുമോ എന്നുള്ള സംശയവും ഇപ്പോൾ പലരും പ്രകടിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ലെബനനിലേക്ക് ആക്രമണം നടത്തുന്നതിന് മുമ്പ്
അവർ ഇക്കാര്യം അമേരിക്കൻ US കമാൻഡിനെ വിവരം അറിയിച്ചിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. തങ്ങളെ ഇതിലേക്ക് വലിച്ചെടുക്കേണ്ട കാര്യമില്ല എന്നും അമേരിക്ക ഇറാനും തമ്മിൽ സമാധാന കരാറൊക്കെ ഉണ്ടാകട്ടെ, പക്ഷേ ലെബനനിലെ ഹിസ്ബുള്ളയെ തീർക്കുന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരു തരത്തിലും വിട്ടുവീഴ്ച വരുത്തുകയില്ല. പക്ഷേ അവർ ഇനി സമാധാനപരമായി ഇസ്രായേലിനെ ആക്രമിക്കാതിരുന്നാൽ ഞങ്ങളും ആക്രമിക്കുകയില്ല. അതേസമയം തിരിച്ചടിക്കാനാണ് പരിപാടി എങ്കിൽ വളരെ രൂക്ഷമായിട്ട് തന്നെ തിരിച്ച് അവർക്ക് മറുപടി നൽകാനാണ് ഇസ്രായേലിൻ്റെ തീരുമാനം. അതുതന്നെയാണ് ഒരുപക്ഷെ ഈ വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്ന സമാധാന കരാർ ഒപ്പിടുന്ന ചടങ്ങിലേക്ക് പോലും ഒരുപക്ഷെ നെതന്യാഹു എത്തുമോ എന്നുള്ള സംശയം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഏതായാലും ഈ സമാധാന കരാറിൽ ലെബനനെ ഉൾപ്പെടുത്തിയത് ഇസ്രായേലിനോട് ആലോചിക്കാതെ തന്നെയാണ് എന്നുള്ള കാര്യവും ഇപ്പോൾ വ്യക്തമാണ്. ഡൊണാൾഡ് ട്രംപിൻ്റെ പിടിവാശിയും നെതന്യാഹുവിൻ്റെ സ്വന്തം രാജ്യത്തെ ജനങ്ങളോടുള്ള അമിതമായ പ്രതിബദ്ധതയും അതുപോലെ ലെബനനിൽ ഈ ഹിസ്ബുള്ള തീവ്രവാദികൾ നടത്തുന്ന ഈ അഴിഞ്ഞാട്ടവും ഒക്കെ തന്നെ ഒരുപക്ഷെ ഈ സമാധാന കരാറിനെ പോലും ദോഷകരമായി ബാധിക്കുമോ എന്ന് സംശയിക്കുന്നവരും ഇപ്പോഴുണ്ട്.